നമസ്കാരം. മാത്സ് ക്ലാസ് PGMൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫസ്റ്റ് സെമിസ്റ്റർ BSc മാത്സ് കോറിൻ്റെ കോൺഗ്രുവൻസ് എന്ന് പറയുന്ന സെക്ഷൻ്റെ കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം പറയുന്നത് പ്രോബ്ലംസ് ഓൺ കോൺഗ്രുവൻസ് ക്ലാസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഷോ ദാറ്റ് നോ ഇൻറ്റിജർ ഓഫ് ദ ഫോം 8n plus 7 can be expressed as a sum of 3 squares. അതായത് 8n plus 7 എന്ന് പറയുന്ന 8n plus 7 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട് n എന്നുണ്ടെങ്കിൽ അതിനെ 3 നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളായിട്ട്, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അങ്ങനെ 3 സ്ക്വയറുകളുടെ നമ്പറുകളുടെ സ്ക്വയറുകളുടെ സമ്മായിട്ട് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. വി കനോട്ട് റൈറ്റ് എനി ഇൻറ്റിജർ ഓഫ് ദ ഫോം 8n plus 7, അതായത് 15 എന്ന് പറയുന്നത് 8n plus 7 ആണ്. അതുപോലെ തന്നെ നമുക്ക് 23 എന്ന് പറയുന്നത് 8n plus 7 ആണ്. ഇങ്ങനെ 8n plus 7, കാരണം 8 × 1 plus 7 എന്ന് പറയുന്നത് 15 ആണ്. 8 × 2 plus 7 എന്ന് പറയുന്നത് 23 ആണ്. 8 × 3 plus 7 എന്ന് പറയുന്നത് 31 ആണ്. അങ്ങനെ 8n plus 7 എന്ന് പറയുന്ന ഈ ഫോർമുലയിലുള്ള ഒരു ഇൻറ്റിജറിനെയും നമുക്ക് ഇങ്ങനെ സം ഓഫ് 3 സ്ക്വയേഴ്സ് ആയിട്ട് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. 3 സ്ക്വയേഴ്സുകളുടെ സമ്മായിട്ട്, 3 നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ സമ്മായിട്ട് ഒരിക്കലും എഴുതാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് കാണിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് കോൺഗ്രുവൻസ് ക്ലാസ്സുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം, ഓവർവ്യൂ പറയാം. നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 8n plus 7 എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോവാം, അതായിരിക്കും എളുപ്പം. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ എഴുതാൻ സാധിക്കും എന്നുള്ളതിനെ നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കുകയാണ്. അതായത് ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. അതായത് n = x² + y² + z² എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. സപ്പോസ് ലെറ്റ് us have a supposition like that. എന്നിട്ട് നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് വരാം. അപ്പോൾ n എന്ന് പറയുന്നത് 8n plus 7 ആയത് കാരണം നമുക്ക് പറയാൻ സാധിക്കും n എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. 8n plus 7 = n ആയത് കാരണം we can say 8n = 8 small n = n minus 7, or we can say that 8 divides n minus 7. n minus 7 നെ 8 ഡിവൈഡ് ചെയ്യും. or in other words n is congruent to 7 mod 8. ശരിയല്ലേ? n is congruent to 7 mod 8. 8n plus 7 = n ആണെങ്കിൽ ക്യാപിറ്റൽ N is congruent to 7 mod 8 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിനെ നമുക്ക് x² + y² + z² എന്ന് പറഞ്ഞ് എഴുതാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² + y² + z² is congruent to 7 mod 8 എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക, അല്ലേ? കാരണം ഇങ്ങനെ എഴുതാൻ സാധിക്കും എന്നുള്ള സപ്പോസിഷനിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ x² + y² + z² നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. പക്ഷേ നമ്മൾക്കറിയാം ഏതൊരു നമ്പറും എക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏതൊരു നമ്പർ എക്സ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം, ആൻഡ് മോഡുലോ 8, എക്സ് മോഡുലോ 8 എപ്പോഴും ആ എക്സ് എന്ന് പറയുന്നത് എന്തിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും? എപ്പോഴും എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ്, അല്ലെങ്കിൽ എക്സ് കോൺഗ്രുവൻ്റ് ആയിരിക്കുന്നത് 0, 1, 2, 3, 4, 5, 6 or 7 ഇത്രയും നമ്പേഴ്സിനോട് മാത്രമേ എക്സ് കോൺഗ്രുവൻ്റ് ആവുള്ളൂ. ശരിയല്ലേ? കാരണം മോഡുലോ 8 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇത്രയും നമ്പേഴ്സിനോട് മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ. അപ്പോൾ എക്സ് കോൺഗ്രുവൻ്റ് ടു 0 mod 8 ആണെങ്കിൽ, x² എന്തിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും? 0 mod 8നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. ശരിയല്ലേ? എക്സ് കോൺഗ്രുവൻ്റ് ടു 0 mod 8 ആണെങ്കിൽ x² കോൺഗ്രുവൻ്റ് ടു 0 mod 8. If x is congruent to 1 mod 8, x² എന്തിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും? 1 mod 8നോട് തന്നെ കോൺഗ്രുവൻ്റ് ആയിരിക്കും. നമുക്കറിയാം ഒരു പ്രോപ്പർട്ടി ഉണ്ട്, a കോൺഗ്രുവൻ്റ് ടു b mod 8 ആണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, അല്ലെങ്കിൽ a കോൺഗ്രുവൻ്റ് ടു n ആണെങ്കിൽ നമുക്ക് പറയാം a² കോൺഗ്രുവൻ്റ് ടു b² mod n, അല്ലേ? a² കോൺഗ്രുവൻ്റ് ടു b² mod n ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിവിടെ എഴുതുന്നത്. x congruent to 0 mod n ആണെങ്കിൽ x² congruent to 0 mod 8. x congruent to 1 mod n ആണെങ്കിൽ x² congruent to 1 mod 8. Now x congruent to 3 mod n ആണെങ്കിൽ 3 mod 8 ആണെങ്കിൽ what can you say about x²? x² will be congruent to 3 square, that is 9 mod 8. But what is 9 mod 8?
9 എന്ന് പറയുന്നത് എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? 1നോട് കോൺഗ്രുവൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു ഇക്വേഷനോട്, അതായത് ഈ ഒരു കോൺഗ്രുവൻസ് ഇക്വേഷനോട് അത് ഈക്വലൻ്റ് ആയിരിക്കും. സോ എക്സ് കോൺഗ്രുവൻ്റ് ടു 9 mod 8 എന്ന് പറയുന്നതിന് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. ഓർ എക്സ് കോൺഗ്രുവൻ്റ് ടു 3 mod 8 ആണെങ്കിൽ എക്സ് സ്ക്വയർ വിൽ ബി കോൺഗ്രുവൻ്റ് ടു 1 mod 8 എന്നുള്ളത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. സോ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് എക്സ് കോൺഗ്രുവൻ്റ് ടു 3 mod 8. ഇനി എക്സ് കോൺഗ്രുവൻ്റ് ടു 2 mod 8 ആണെങ്കിൽ അത് നമ്മൾ എഴുതിയില്ല. എക്സ് കോൺഗ്രുവൻ്റ് ടു 2 mod 8 ആണെങ്കിൽ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 mod 8 ആയിരിക്കും അല്ലേ? കാരണം 2 square is 4, അപ്പോൾ അതും കുഴപ്പമില്ല. ഇനി എക്സ് കോൺഗ്രുവൻ്റ് ടു 4 mod 8 ആണെങ്കിൽ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 4 square mod 8 ആണ്. ബട്ട് 4 square is കോൺഗ്രുവൻ്റ് ടു 0. സോ എക്സ് കോൺഗ്രുവൻ്റ് ടു 4 mod 8 നിന്ന് നമുക്ക് എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 mod 8, അതായത് ഈ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ബിക്കോസ് അതിന് കാരണം എന്താണ്? എക്സ് കോൺഗ്രുവൻ്റ് ടു 4 mod 8 ആണെങ്കിൽ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 16 mod 8 ആണ്. But 16 is congruent to what? 0, because 16 is divisible by 8. 8 divide ചെയ്യുന്ന ഒരു നമ്പറാണ് 16. സോ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 16 mod 8നെ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 0 mod 8 എന്ന് പറഞ്ഞ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ഈ ഒരു ഇക്വേഷനെയും നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. സോ 4ൻ്റെ കേസ് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. Now what about 5? എക്സ് കോൺഗ്രുവൻ്റ് ടു 5 mod 8 ആണെങ്കിൽ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 5 square mod 8 ആണ്. Now what is 5 square mod 8? 5 square mod 8 is nothing but 25. So x square congruent to 5 square mod 8 or 25 mod 8. But 25 mod 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 24 plus 1 ആണ്. That means 8ൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് 1. സോ ദാറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 1 mod 8. സോ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് എന്തിനോ ഈക്വലൻ്റ് ആവുന്നത്? ഇതിന് ഈക്വലൻ്റ് ആവുന്നത്. സോ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 25 mod 8 നമുക്കവിടെ ഡിസ്കാർഡ് ചെയ്യാം. Now what about 6? എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 36 mod 8. When x is congruent to 6 mod 8, x square is congruent to 36 mod 8. Now what about 36? 36 എന്ന് പറയുന്നത് എന്തിൻ്റെ ഇതാണ്? 32 plus 4 ആണ്. 32 എന്ന് പറയുന്ന 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്, പ്ലസ് 4 ആണ്. സോ 36 is congruent to 4 mod 8. So that is equivalent to this one. Okay, so ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. Now what about 7? When you take 7, x square is congruent to 49 mod 8. Now what is 49? 48 plus 1. So it is congruent to 1 mod 8. So this ഈ ഒരു ഇക്വേഷനോട് ഈക്വലൻ്റ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ കോൺഗ്രുവൻ്റ് ടു 49 mod 8 എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനോട് ഈക്വലൻ്റ് ആണ്. സോ ഇത് നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ, എക്സ് എന്ന് പറയുന്ന ഏതൊരു നമ്പർ മോഡിലോ 8 എടുത്താലും അതിൻ്റെ സ്ക്വയറുകൾ ഒന്നെങ്കിൽ 0നോടോ അല്ലെങ്കിൽ 1നോടോ 4നോടോ മാത്രമേ ഈക്വലൻ്റ് ആവുകയുള്ളൂ. ഓക്കെ, എക്സ് കോൺഗ്രുവൻ്റ് ടു എന്താ പറയുക 0 mod 8 ആണെങ്കിൽ അത് എന്തിനോട് എക്സ് കോൺഗ്രുവൻ്റ് ടു 1 mod 8, 2 mod 8, 3 mod 8, 4 mod 8, 5 mod 8, 6 mod 8, 7 mod 8 ഓർ 0 mod 8 ആണെങ്കിലും അതിൻ്റെ സ്ക്വയറുകളെല്ലാം എന്തിനോടേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ? ഐദർ 0 ഓർ 1 ഓർ 4 ഇതിനോട് മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ. അപ്പോൾ എക്സിൻ്റെ കേസ് അങ്ങനെയാണെങ്കിൽ വൈയുടെ കേസും അങ്ങനെയായിരിക്കും, ഇസഡിൻ്റെ കേസും അങ്ങനെയായിരിക്കും. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നതും വൈ സ്ക്വയർ എന്ന് പറയുന്നതും ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നതും ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു ഐദർ 0 ഓർ 1 ഓർ 4 മോഡുലോ 8. മോഡുലോ 8 അത് എന്തിനോടേ കോൺഗ്രുവൻ്റ് ആയിരിക്കുള്ളൂ? 0, 1 അല്ലെങ്കിൽ 4. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്താൽ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറയുന്ന കോമ്പിനേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതായത് ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ വൈ സ്ക്വയർ, ഇവിടെ ഇസഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്താവും എന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, സോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒന്നെങ്കിൽ 3ഉം 0 ആയിരിക്കും. കാരണം എക്സ് സ്ക്വയറും വൈ സ്ക്വയറും സെഡ് സ്ക്വയറും ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 4 എടുക്കാൻ മാത്രമേ പാടുള്ളൂ. 3ഉം 0 ആയിക്കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? 0 mod 8നോട് കോൺഗ്രുവൻ്റ് ആണ്. ഇതെല്ലാം മോഡുലോ 8 ആണ് കേട്ടോ. സോ 0നോട് കോൺഗ്രുവൻ്റ് ആണ്. ഇനി ഇത് 0, ഇത് 1 ആയിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 1 വരും. ഇത് 1, 0, അപ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 1, ബാക്കിയെല്ലാം 0, അപ്പോൾ ഇവിടെ 1 വരും. ഇനി ഒരെണ്ണം മാത്രം 0, ബാക്കി രണ്ടും 1 വന്നു കഴിഞ്ഞാൽ അവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ത് വരും? 2 വരും അല്ലേ? ഇനി ഇത് 0, ഇത് 1, ഇത് 1, ഇത് 0, അപ്പോഴും 2 വരും.
ഇനി ഇത് 1, ഇത് 0, ഇത് 1 വരുമ്പോഴും 2 വരും. നോ അപ്പോൾ ഇപ്പോൾ ഒന്നെങ്കിൽ x² + y² + z² എന്തൊക്കെയാവാം? ഒന്നെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം, 2 ആവാം. ഇനി ഇതിൻ്റെ കേസിന് പകരം നമുക്ക് 4ഉം കൂടെ കൂട്ടുകയെന്ന് വിചാരിക്കാം. അതായത് ഇനിയിപ്പോൾ ഓരോ കോമ്പിനേഷൻസ് ആണ് കേട്ടോ ഞാനിപ്പോൾ നോക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ കോമ്പിനേഷൻസ് ആണ് ഞാൻ നോക്കുന്നത്. 0, 0, 4. അപ്പോൾ x² + y² എന്തിനോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും? 4നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കും. 0, 4, 0 അപ്പോഴും 4 തന്നെയാണ്. 4, 0, 0 അപ്പോഴും 4 തന്നെയാണ്. ഇനി 1ഉം 4ഉം കൂടി ഉള്ളത് നോക്കാം. സോ 0, 1, 4 എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? 5നോട്. ഇനി 1, 4 എങ്ങനെ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ 5ഉം ഇവിടെ വരും. ഇനി 1, 1, 4 അതെന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? 6. പിന്നെ 1, 1, 1 എന്ന് പറയുന്നത് എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? 3നോട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ 0ഉം 1ഉം 4ഉം ഉള്ള ഇനി 4ഉം 4 ആണെങ്കിൽ എന്തായിരിക്കും കേസ്? 4ഉം 4 ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇത് 4, ഇത് 4, ഇത് 4. വാട്ട് വിൽ യു ഗെറ്റ്? x² + y² + z², ദാറ്റ് ഈസ് 12. ബട്ട് 12 ഈസ് കോൺഗ്രുവൻ്റ് ടു 4 mod 8 ബിക്കോസ് എന്താണ്? 12 എന്ന് പറയുന്നത് 8 + 4 ആണ്. സോ 4നോട് ഈക്വലൻ്റ് ആണ്, അല്ലെങ്കിൽ കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? x² + y² + z² എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 0 മുതൽ 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിനോട് മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഇതിനെ നമ്മൾ പറയുകയാണെങ്കിൽ we can say that x² + y² + z² is not congruent to 7 mod 8. ഒരിക്കലും 7 mod 8നോട് കോൺഗ്രുവൻ്റ് ആവില്ല. കാരണം നമ്മൾ കണ്ടു x² + y² എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതാണ്? 0 or 1 or 2 or 3 or 4 or 5 or 6 എന്ന് മാത്രമേ പറ്റുള്ളൂ. ഇതിനപ്പുറത്തേക്ക് പറ്റില്ല. ഇതിനോട് മാത്രമേ കോൺഗ്രുവൻ്റ് ആവുള്ളൂ. ഏത് x എടുത്താലും, ഏത് y എടുത്താലും, ഏത് z എടുത്താലും എന്താണ്? ഇത്രയും കാര്യങ്ങളോട് മാത്രമേ കോൺഗ്രുവൻ്റ് ആവുകയുള്ളൂ. അതായത് ഒരിക്കലും 7നോട് കോൺഗ്രുവൻ്റ് ആവില്ല. പക്ഷേ നമ്മൾ എടുത്ത n എന്ന് പറയുന്നത് 7നോട് കോൺഗ്രുവൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എടുത്തിരുന്നത് അല്ലേ? n എങ്ങനെയായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? ഇറ്റ് ഈസ് കോൺഗ്രുവൻ്റ് ടു 7 mod 8 അങ്ങനെയായിരുന്നു നമ്മുടെ n. പക്ഷേ ആ n x² + y² + z² ആയാൽ അത് 7നോട് ഈക്വലൻ്റ് അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-ഉം x² + y² + z² ഈക്വൽ ആണോ? അല്ല. ദാറ്റ് മീൻസ് n ഈസ് നോട്ട് ഈക്വൽ ടു x² + y² + z² ഫോർ എനി ഇൻറ്റിജേഴ്സ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു n-നെ, അതായത് 7 mod 8 ആയിട്ടുള്ള ഒരു n-നെയും അല്ലെങ്കിൽ 8n + 7 എന്ന് പറയുന്ന ഫോമിലുള്ള ഒരു n-നെയും നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല? x² + y² + z² എന്ന് പറയുന്ന 3 ഇൻറ്റിജേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ സമ്മായിട്ട് ഒരിക്കലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. Okay, so we reached a contradiction. So we cannot say n is equal to x² + y² + z². So this is how we prove the question. Okay, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് find the remainder when 16 raised to 53 is divided by 7. അതായത് 16 raised to 53 എന്ന് പറയുന്ന നമ്പറിനെ എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മോഡുലോ 7 എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? നമുക്ക് കോൺഗ്രുവൻ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. 16 raised to 53 എന്ന് പറയുന്നത് എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? മോഡുലോ 7. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 16 raised to 53 ഒക്കെ കണ്ടുപിടിക്കാൻ കാൽക്കുലേറ്ററിൽ പാടായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ചെറുതാക്കി നോക്കാം. വി ക്യാൻ സേ ദാറ്റ് 16 ഈസ് കോൺഗ്രുവൻ്റ് ടു 2 mod 7. ശരിയല്ലേ? ബിക്കോസ് 16 എന്ന് പറയുന്നത് 14 + 7 ആണ് അല്ലേ? 16നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? ഇറ്റ് വിൽ ഗോ 2 times, so the remainder will be 2. So that means 16 is congruent to 2 modulo 7. We know that 16 is congruent to 2 modulo 7. So 16 raised to 53 will be congruent to 2 raised to 53 mod 7. ശരിയല്ലേ? കാരണം a congruent to b mod n ആണെങ്കിൽ a raised to m congruent to b raised to m mod m n എന്ന് പറയുന്ന തിയറം വെച്ചിട്ട് 16 raised to 53ക്ക് പകരം നമുക്ക് 2 raised to 53 നോക്കിയാൽ മതി. ഓക്കെ, 2 raised to 53 മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഈ 2 raised to 53 നോക്കണ്ടേ? അതിനെ നമുക്ക് പിന്നെയും സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കാൻ സാധിക്കും. കാരണം 2 raised to 53ക്ക് പകരം ഞാൻ 2 raised to 3 ഒന്ന് നോക്കുകയാണ്. വാട്ട് ഈസ് 2 raised to 3? 2 raised to 3 is 8. Isn't it?
2 raised to 3 is 8, which is congruent to 1 mod 7. ശരിയല്ലേ? 2 raised to 3 is 8, which is congruent to 1 mod 7. കാരണം 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 1 ആണ്. സോ 2 raised to 3 is congruent to 1 mod 7. And what can you say about 53 when divided by 3? 53 is nothing but 3 into 17 plus 2. ശരിയല്ലേ? 3 into 17 plus 2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 2 raised to 53നെ എനിക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? 2 raised to 3 into 17 plus 2 എന്ന് എഴുതാൻ സാധിക്കും അല്ലേ? I can write 2 raised to 53 as 2 raised to 3 into 17 plus 3 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. 2 raised to 17 plus 2 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. Because 2 raised to 3 into 17 is 51. So plus 2 is 53. So we can say that 2 raised to 3 the whole raised to 17 into 2 raised to 2 എന്നതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മളുടെ യൂഷ്വൽ എന്താ പറയുക പവർ ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ കൺസെപ്റ്റിൽ 2 raised to 3 the whole raised to 17 into 2 raised to 2 എന്ന് എഴുതാൻ സാധിക്കും. ബിക്കോസ് എന്താണ് 2 raised to 3 into 17 a raised to m into n is a raised to m the whole raised to n. അപ്പോൾ അതാണ് 2 raised to 3 the whole raised to 7. But what is 2 raised to 3? It is congruent to 1 raised to 17 into 2 raised to 2 mod 7. ശരിയല്ലേ? മോഡുലോ 7 2 raised to 3 എന്ന് പറയുന്നത് എന്താണ്? 8 ആണ് നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. So that means 1 raised to 17 into 2 raised to 2 mod 7. Now 1 raised to 17 into 2 raised to 2 mod 7 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 1 mod 7 which is congruent to 2 raised to 2 mod 7 തന്നെയാണ് അല്ലേ? ശരിയല്ലേ? കാരണം നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇവിടെ നമുക്ക് രണ്ടിൻ്റെ തേർഡ് പവർ 1നോട് കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ 1ൻ്റെ ഏത് പവറും എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? 1നോട് കോൺഗ്രുവൻ്റ് ആണ്. സോ 1 raised to 17 into 2 raised to 2നെ നമുക്ക് 2 raised to 2 mod 7 എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ സാധിക്കും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഓർ കോൺഗ്രുവൻ്റ് ടു 2 raised to 2 that is 4 mod 7. സോ എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് 16 raised to 53യിൽ നിന്നാണ്. So we can say that 16 raised to 53 is congruent to 2 raised to 53 which is congruent to 4 mod 7. So that means 16 raised to 53 is congruent to 2 raised to 53 mod 7 which is congruent to 4 mod 7. So that means what will be the remainder required? Remainder will be is equal to 4. അപ്പോൾ എപ്പോഴും നമുക്ക് കോൺഗ്രുവൻസിൻ്റെ റിമൈൻഡർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമ്മുടെ പവറുകൾ, അതായത് നമ്പറുകളെയും അതിൻ്റെ പവറുകളെയൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് റീഷഫിൾ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒരു ക്വസ്റ്റ്യനും കൂടെയും ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Find the remainder when 3 raised to 247 is divided by 17. 3 raised to 247 എന്ന് പറയുന്നത് 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ or it is congruent to which number mod 17 എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, 2 raised to 247 is congruent to which number modulo 17. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് 2 raised to 2, 2 raised to 3 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 raised to അല്ല 3 raised to 3 എന്ന് പറയുന്നത് 27 ആണ്, വിച്ച് ഈസ് കോൺഗ്രുവൻ്റ് ടു 10 mod 7 എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഈ 10 mod 17 എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഈ 3 raised to 3 കൊണ്ട് നമുക്കൊരിക്കലും ഈ 3 raised to 247നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം 247 എന്തുമായാലും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്കിവിടെ 10ൻ്റെ പവറുകൾ എടുക്കണം. നമ്മുടെ 1ൻ്റെ പവറോ അല്ലെങ്കിൽ 2ൻ്റെ പവറൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. 10ൻ്റെ പവർ ആകുമ്പോൾ വീണ്ടും 100, അപ്പോൾ 17 കൊണ്ട് 100നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ നോക്കണം. അങ്ങനെയൊക്കെ പാടാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ നിന്ന് ഞാനൊന്ന് സ്ക്വയർ ചെയ്യാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഇക്വേഷനെ ഞാനൊന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? 3 raised to 3 the whole square is congruent to 100 mod 70. ശരിയല്ലേ? 10 square. Now what is 3 raised to 3 the whole square? 3 raised to 3 the whole square is 3 raised to 6. It is congruent to what about 100 modulo 17? Modulo 17 100 എന്ന് പറയുന്നത് എന്താണ്? 17 into 5 is 85. So 17 85 കഴിഞ്ഞ് plus 15 ആണ് 100. So it is congruent to 15 mod 17.
ഓക്കെ. സോ 3/6 ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 mod 17. പക്ഷേ ഈ 15 ആയാലും ഇനി 15ൻ്റെ പവറുകൾ എടുക്കാൻ നിൽക്കണം. അപ്പോൾ 15ൻ്റെ പവർ എടുക്കുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ നെഗറ്റീവ് വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യും. എങ്ങനെയാണ് നെഗറ്റീവ് വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യുക? 15 എന്ന് പറയുന്നതിന് 17ൻ്റെ താഴെയാണ് 15. അപ്പോൾ അതിനെ നെഗറ്റീവ് വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് വെറുതെ ഈ 15നെ 17 കൊണ്ട് അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക, എന്നിട്ട് അവിടെ നെഗറ്റീവ് ഇടുക. സോ 17 - 15 എന്താണ്? 2. എന്നിട്ട് നെഗറ്റീവ് ഇടുക. സോ ദിസ് ഇസ് വാട്ട് വിൽ യു ഗെറ്റ് ആസ് 15 മോഡുലോ 17. 15 മോഡുലോ 17നെ -2 mod 17 ആക്കാം. ഇനി നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, കാരണം ഇതിനെ വീണ്ടും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3/12 ആണ് കിട്ടുന്നത്. ആ 3/12 എന്തിനോട് കോൺഗ്രുവൻ്റ് ആണ്? -2 the whole square. വാട്ട് ഈസ് -2 the whole square? ഇറ്റ് ഈസ് 4. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആക്കാൻ സാധിക്കും. അതിന് നെഗറ്റീവ് പവേഴ്സുകൾ എടുത്താൽ മതി. So 3/12 is congruent to 4 mod 17. Now I can replace this as I can take the square it as 3/24 is congruent to 4 square, that is 16 mod 17. വീണ്ടും നമുക്ക് എങ്ങനെയെങ്കിലും അതിന് ചെറുതാക്കാൻ പറ്റും. ഈ 16നെ വീണ്ടും നെഗറ്റീവ് പവർ ആക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 16നെ നെഗറ്റീവ് പവർ 16ൻ്റെ പവറുകൾ എടുക്കാൻ ഭയങ്കര പാടാണ്. കാരണം 16ൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും 17ൻ്റെ മുകളിൽ വരും. പക്ഷേ ഇവിടെ 4ൻ്റെ പവർ എടുക്കുമ്പോൾ 17ൻ്റെ താഴെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ നെഗറ്റീവ് ആക്കാതിരുന്നത്. 4ൻ്റെ പവർ എടുക്കുമ്പോൾ 16 വരുള്ളൂ, അത് 17ൻ്റെ താഴെയാണ്. അപ്പോൾ 16 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? -1. എങ്ങനെയാണ് -1 വന്നേ? നെഗറ്റീവ് അവിടെ ഇട്ടു, 17 - 16 അതാണ് 1 മോഡുലോ 17 എന്ന് പറഞ്ഞ് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇവിടെ -1 ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെല്ലാം 1 - 1 1 - 1 അങ്ങനെ ആയിരിക്കും എപ്പോഴും. അല്ലെങ്കിൽ അതിൻ്റെ പവേഴ്സുകൾ എപ്പോഴും 1 ആയിരിക്കും. ഓഡ് പവേഴ്സ് 1 - 1 ഈവൻ പവേഴ്സ് 1 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നമുക്കിനി നിർത്താം. പക്ഷേ നമുക്കിവിടെ 3/24 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് വേണ്ടത് 3/247 ആണ്. പക്ഷേ ഇതിനെ എങ്ങനെ എഴുതാം? 3/24 × 10 + 7 എന്ന് എഴുതാം. ശരിയല്ലേ? ബിക്കോസ് 3/247 can be written as 240 + 7, and 240 is 24 × 10 + 7. Now what is 3/24? This is congruent to, or this is equivalent to 3/24 the whole raised to 10 into 3/7. ഇങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? 3/24 the whole raised to 10 into 7 എന്ന് നമുക്ക് എഴുതാം. But what is 3/4? It is congruent to -1 mod 17. -1 മോഡുലോ 17 ആണ്. സോ 3/24 എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാൻ സാധിക്കും? -1/10 into 3/7 mod 17 എന്ന് എഴുതാം. ശരിയല്ലേ? -1/10 3/7 mod 17. ഈ -1 എവിടെ നിന്നാണ് വന്നേ? 3/24 പകരം മോഡുലോ 17 നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ പറയുന്ന ഇതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാരണം മോഡുലോ 17 നമുക്ക് ഏത് നമ്പറിനെയും നമുക്ക് അതിൻ്റെ ഈക്വലൻസ് ക്ലാസ്സിൽ ഒരു നമ്പറുമായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. അതായത് 3/24 എന്ന് പറയുന്നതിനെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ അവിടെയൊക്കെ -1 കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ 3/12 കണ്ടാൽ അവിടെയൊക്കെ നമുക്ക് 4 കൊടുക്കാം. 3/6 കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് -2 കൊടുക്കാം. 3/3 കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് 10 കൊടുക്കാം. അപ്പോൾ അങ്ങനെ 3/24 എന്ന് പറയുന്നതിന് -1/10. Now what is -1/10? That is 1. So that means 3/247 is congruent to 3/7 മോഡുലോ 17 എന്ന് പറഞ്ഞ് കിട്ടി. കാരണം എന്താണ്? ഈ 3/247 ആ 24 എന്ന് പറയുന്ന നമ്പറേ മാറ്റി, ആ 2 ഡിജിറ്റുകളെ മാറ്റി. 100 പ്ലേസ് വരെയുള്ള നമ്പറിനെ 1s പ്ലേസിലുള്ള ഡിജിറ്റാക്കി മാറ്റി. അതാണ് മോഡുലോസ് അല്ലെങ്കിൽ കോൺഗ്രുവൻസ് മോഡുലോൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. എത്ര വലിയ നമ്പറിനെ നമുക്ക് ചെറുതാക്കാൻ സാധിക്കുന്നു. ആ കോൺഗ്രുവൻസ് ക്ലാസ്സിൽ മോഡുലോ 17 നമുക്ക് ആ കോൺഗ്രുവൻസ് ക്ലാസ്സിൽ ഒരു നമ്പറായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. 247 എന്ന് പറയുന്നത് മോഡുലോ 17 ഇക്വലൻ്റ് ആണ് എന്നുള്ള രീതിയിലാക്കാൻ സാധിക്കുന്നു. ഇനി നമുക്ക് എളുപ്പമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 3/6 × 3 mod 17. അല്ലേ? 3/6 × 3. Now what is 3/6? We know that 3/6 is equivalent to -2. 3/6 എവിടെയൊക്കെ കണ്ടാലും -2 ആക്കാം നമുക്ക്. അപ്പോൾ 3/6 × 3 നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? -2 × 3 mod 17 എന്ന് എഴുതാൻ സാധിക്കും. കാരണം 3/6 എന്ന് പറയുന്നത് -2 ആണ്, -2നോട് ഇക്വലൻ്റ് ആണ്. അപ്പോൾ -2 × 3 എന്ന് പറയുന്നത് എന്താണ്? -6 ആണ്. സോ ദാറ്റ് മീൻസ് 3/247 ഈസ് കോൺഗ്രുവൻറ്റ് ടു -6 mod 17.
-6 mod 17 എന്താണ്? -6 mod 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത മാതിരി നമ്മൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ ആ മൈനസ് വീണ്ടും ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? മൈനസ് ഇടില്ല. മൈനസിനെ മൊത്തം പ്ലസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടി മൈനസ് ഇട്ടിട്ട് സബ്ട്രാക്ട് ചെയ്തു. പോസിറ്റീവ് ആക്കാൻ വേണ്ടി പ്ലസ് ഇട്ടിട്ട് സബ്ട്രാക്ട് ചെയ്യും. വാട്ട് ഈസ് 17 - 6? നെഗറ്റീവ് ഡിസ്കാർഡ് ചെയ്യാം, കാരണം നമ്മൾ പോസിറ്റീവ് ആക്കുകയാണ്. പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാൻ നെഗറ്റീവ് ഇടണം, നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാൻ പോസിറ്റീവ് ഇടണം. അതായത് ഈ നെഗറ്റീവിനെ നോക്കണ്ട. നൗ വാട്ട് ഈസ് 17 - 6? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 11 mod 17. സോ നെഗറ്റീവ് നമ്പേഴ്സിനെ പോസിറ്റീവ് ആക്കാൻ വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്താലും മതി. അങ്ങനെ ചെയ്താലും മതി. അതായത് -6 + 17. വാട്ട് ഈസ് -6 + 17? ദാറ്റ് ഈസ് 11. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ നെഗറ്റീവിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് 17 - 6 ചെയ്യുക. നമ്മൾ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാൻ എന്ത് ചെയ്യണം? ഒരു മൈനസ് ഇട്ട് വയ്ക്കണം. ഒരു മൈനസ് ഇട്ട് വെച്ചിട്ട് ഇത് തമ്മിലുള്ള സബ്ട്രാക്ട് ചെയ്യണം. സോ വാട്ട് വിൽ യു ഗെറ്റ്? 17 - 11 യു വിൽ ഗെറ്റ് -6. ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ആക്കുന്നത്. നെഗറ്റീവ് മോഡിലോ നെഗറ്റീവ് ആക്കുന്നത് ഇങ്ങനെയാണ്. പോസിറ്റീവ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം? നെഗറ്റീവിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യണം, എന്നിട്ട് സബ്ട്രാക്ട് ചെയ്യണം. So that means what is the remainder when you obtain when 3^247 is divided by 17? The remainder is equal to 11. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് 3^247 കണ്ടുപിടിച്ച് 17 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ കണ്ടുപിടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? മോഡുലോ എന്ന് പറയുന്ന ഇത് കൺസെപ്റ്റ് വച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടല്ല, അതൊന്ന് കുറേ പ്രോബ്ലംസുകൾ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. എങ്ങനെ അതിനെ ഷോർട്ടാക്കി വരാം. ചില സമയങ്ങളിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ചെയ്ത മാതിരി ഡയറക്റ്റായിട്ട് ആ പവറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അവിടെയൊക്കെ 1 ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ പവറായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്യണം? സ്ക്വയറുകൾ എടുത്ത് പോകണം. അങ്ങനെ പവറിനെ വേറൊരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. മറ്റേടത്ത് ഡയറക്റ്റ് സ്പ്ലിറ്റിംഗ് ആയിരുന്നു, ഇവിടെ വേറൊരു രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കിട്ടണമെങ്കിൽ, ഇൻറ്റ്യൂഷൻ കിട്ടണമെങ്കിൽ കുറേ പ്രോബ്ലംസുകൾ നമ്മൾ ചെയ്ത് നോക്കണം. ഇനി പവർ മോഡുലോ n, അതായത് ഇപ്പോൾ എന്താ പറയുക 19^13^15 എന്ന് പറയുന്നതിൻ്റെയൊക്കെ മോഡുലസ് കണ്ടുപിടിക്കാൻ, അങ്ങനെയൊക്കെ പവറുകളുടെ കൂടുതൽ വരുന്നതിൻ്റെ ടവർ ഓഫ് മോഡുലോ n, ടവർ ഓഫ് പവേഴ്സ് മോഡുലോ m എന്ന് പറയുന്ന സെക്ഷൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി പ്രോബ്ലംസുകൾ ചെയ്യാം. പ്രോബ്ലംസുകൾ കൂടുതൽ ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ എന്താ പറയുക ഒരു ഇൻറ്റ്യൂഷൻ കിട്ടുള്ളൂ. എന്താണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത് എന്നുള്ള ഇൻറ്റ്യൂഷൻ കിട്ടുള്ളൂ. പ്രോബ്ലംസുകൾ അതുകൊണ്ട് കൂടുതലായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇനിയും അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടിയും പ്രോബ്ലംസുകൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.